വണ്ടി തട്ടി ചരിഞ്ഞപ്പോൾ അവൻ ചാടി. ഞാൻ വണ്ടി ഒട്ടിക്കണോണ്ട് എൻ്റെ അടിയിലായി. അപ്പോൾ വന്ന് ഷോൾഡറും കൈയും ഇവിടെ ഇടിച്ചു. അത് നല്ല പെയിനായി. അല്ല, അവർ നമ്മളെ കണ്ടപ്പോഴത്തേക്ക് എന്നാ വണ്ടി ഇടറാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവർ വണ്ടി എടുക്കാതെ പോയി. അവർ നമ്മളെ വണ്ടി തട്ടിയിടുകയും ചെയ്തു. അഞ്ഞൂറ് ജീവനക്കാരുടെ ദേഹത്ത് ആരും ഉപദ്രവിക്കാനോ വേസ്റ്റ് ഇടുന്നതിന് വേണ്ടിയിട്ട് ആരും ശ്രമിക്കില്ല. കാരണം ശക്തമായി തന്നെ നിലപാടുണ്ടാക്കും. നമസ്കാരം. ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരത്തെ നഗരസഭയിലെ ജീവനക്കാർ ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ വേസ്റ്റ് തള്ളുന്ന ചില ആൾക്കാരെ കാണുന്നത്. ഇതിനെ തുടർന്ന് ഈ വേസ്റ്റ് ഇവിടെ തള്ളരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ 2 ഉദ്യോഗസ്ഥർ ഈ വേസ്റ്റ് തള്ളുന്ന അവരുടെ അടുത്തേക്ക് പോകുന്നു. ഇതിനെ തുടർന്ന് ഈ ജീവനക്കാരെ, ഈ നഗരസഭയിലെ ജീവനക്കാരെ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. ഈ ആക്രമണത്തിൽ സുരേഷ് എന്ന നഗരസഭയിലെ തൊഴിലാളിക്ക് ഇപ്പോൾ പരിക്ക് ഏറ്റിരിക്കുകയാണ്. ഈ വേസ്റ്റ് നിരന്തരം കൊണ്ട് തള്ളുന്ന, അതായത് ഈ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തോടുകളിൽ ഉൾപ്പെടെ കൊണ്ട് തള്ളുന്നത് ഒരു വൻ മാഫിയാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ മാഫിയയ്ക്ക് എതിരെ സംസാരിച്ചതിന് എതിരെ നിലവിലിപ്പോൾ നഗരസഭയിലെ ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ നിലവിലിപ്പോൾ ശ്രമിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ പരിക്ക് ഏറ്റിരിക്കുകയാണ്. നിലവിലിപ്പോൾ തലസ്ഥാനത്തുള്ള കിഴക്കേക്കോട്ടയിലുള്ള ഗവൺമെൻറ് ആശുപത്രിയിൽ ഈ ജീവനക്കാരൻ ചികിത്സ തേടിയിരിക്കുകയാണ്. മേയർ ഉൾപ്പെടെ നിലവിലിപ്പോൾ സന്ദർശിച്ചിരിക്കുന്നു. എന്തായാലും അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കുന്നത് ഈ വേസ്റ്റ് നിരന്തരം ആമയിഴഞ്ചാൻ തോട്ടിൽ ഇത്തരത്തിൽ കൊണ്ടു തള്ളുന്ന ആൾക്കാരാണ് ഇവർ. അതായത് രാത്രിയുടെ മറവിൽ ഈ ഹരിതകർമ്മ സേന എടുക്കേണ്ട വേസ്റ്റ് മറ്റൊരു വിഭാഗം പണം വാങ്ങിക്കൊണ്ട് ആ വേസ്റ്റ് എടുക്കുകയും നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ട് തള്ളുകയാണ് എന്നുമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിലിപ്പോൾ ഈ ഒരു ആക്രമണത്തിന് ഇരയായ ജീവനക്കാരൻ ഇപ്പോൾ മറുനാടിനോട് പ്രതികരിക്കുകയാണ്. ആമയിഴഞ്ചാൻ തോടിൻ്റെ വേസ്റ്റ് ഇടുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നൈറ്റ് ഡ്യൂട്ടി കേട്ടിട്ടുണ്ടായിരുന്നു. ആ നൈറ്റ് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് നമ്മൾ നിന്ന സമയത്ത് വേസ്റ്റ് ഇടുന്നത് കണ്ടിട്ട് തടയാൻ ശ്രമിച്ചപ്പോഴത്തേക്കാണ് അവരെ വണ്ടിയുടെ അടുത്ത് നമ്മൾ നിർത്തിയിട്ട് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആട്ടോയിൽ കയറ്റി, പാസഞ്ചർ ആട്ടോയായിരുന്നു. അപ്പോൾ അവർ വണ്ടി തട്ടിയിട്ടിട്ട് പോയി. ബൈക്കിലായിരുന്നു ഞാൻ, എൻ്റെ കൂടെ രാഹുൽ എന്ന് പറഞ്ഞ പയ്യുണ്ടായിരുന്നു. വണ്ടി തട്ടി ചരിഞ്ഞപ്പോൾ അവൻ ചാടി. ഞാൻ വണ്ടി ഒട്ടിക്കണോണ്ട് എൻ്റെ അടിയിലായി. അപ്പോൾ വന്ന് ഷോൾഡറും കൈയും ഇവിടെ ഇടിച്ചു. അത് നല്ല പെയിനായി. ഞാൻ സാറന്മാരെ ഇൻഫോം ചെയ്തു. അവർ ബാക്കി വേണ്ട നടപടി സ്വീകരിച്ചതാണ്. വേസ്റ്റ് കൊണ്ട് തട്ടുകയല്ല, അവിടെ നിന്ന് കളക്ട് ചെയ്യുകയായിരുന്നു. എവിടെയെങ്കിലും അത് SP ഫോർട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു ടീ സ്റ്റാളിൻ്റെ ഭാഗത്താണ് ഇവർ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് കണ്ടത്. എന്ത് വാഹനം? ഓട്ടോയിലായിരുന്നു, പാസഞ്ചർ ഓട്ടോ. അവരോട് നിങ്ങൾ എന്താണ് പറഞ്ഞത്? അല്ല, അവർ നമ്മളെ കണ്ടപ്പോഴത്തേക്ക് എന്നാ വണ്ടി ഇടറാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവർ വണ്ടി എടുക്കാതെ പോയി. അവർ നമ്മളെ വണ്ടി തട്ടിയിടുകയും ചെയ്തു. വണ്ടി നമ്പർ കാണാനും പറ്റില്ല. വീഴുന്ന ആ ഒരു ഇതിൽ വണ്ടി നമ്പരൊന്നും കാണാൻ പറ്റില്ല. ഇയാൾ മുൻപ് എങ്ങാനും ആക്രമിച്ചു? മുൻപും ഈ സർക്കിളിൽ ഒരു പയ്യനെ ഉപദ്രവിച്ചതായിട്ട് കേസുണ്ടെന്ന് പറയുന്നു. ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് 2.5 കൊല്ലമായുള്ളൂ. അപ്പോൾ ഈ വന്നിട്ട് 9 കൊല്ലത്തോളമായി. അപ്പോഴെന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. വണ്ടി ഇടിച്ച് തട്ടിയിട്ടിട്ട് പോവുകയായിരുന്നു. പോയി അങ്ങനെ അങ്ങോട്ട് പോയി. പോയി നിർത്തിയില്ല. ഇപ്പം എന്താണ് പറ്റിയത്? കൈ നല്ല പെയിനുണ്ട്. ബാക്കി ഡോക്ടർ പറയും. മേയർ വന്ന് കണ്ടിരുന്നു. എന്താണ് പറഞ്ഞത്? മേയർ തീർച്ചയായും ഇത് മുന്നോട്ട് പോകും. 500 ജീവനക്കാരുടെ ദേഹത്ത് ആരും ഉപദ്രവിക്കാനോ വേസ്റ്റ് ഇടുന്നതിന് വേണ്ടിയിട്ട് ആരും ശ്രമിക്കില്ല. കാരണം ശക്തമായി തന്നെ നിലപാടുണ്ടാക്കും. തീരുമാനം. ചേട്ടന് എത്ര വർഷമായി? ഞാൻ 2.5 വർഷമായി വന്നിട്ട്. സുരേഷ്. എന്തായാലും സുരേഷ് എന്ന ജീവനക്കാരൻ നമ്മളോട് വ്യക്തമാക്കുന്നത് അപ്രതീക്ഷിതമായാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത്. ഇന്ന് 4:30 കൂടിയാണ്, അതായത് പുലർച്ചെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഇത്തരത്തിൽ വലിയ രീതിയിൽ മാലിന്യം തള്ളുന്നത് കണ്ടു. ഇതിനെ തുടർന്ന് മറ്റൊരു ജീവനക്കാരൻ ഇത് വീഡിയോ പകർത്തുകയും ചെയ്യുന്നു. ഇതിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടാകുന്നത്. ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ച് ഓട്ടോ കയറ്റിക്കൊണ്ട് പോവുകയായിരുന്നു എന്നാണ്
സുരേഷ് ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. മേയർ പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട്. സാമ്പത്തിക സഹായം ഉൾപ്പെടെ നിലവിൽ ഇപ്പോൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പരിപൂർണ പിന്തുണയാണ് നിലവിൽ നഗരസഭയിലെ ജീവനക്കാർക്കും എല്ലാവർക്കും തന്നെ ശുചീകരണ തൊഴിലാളികൾക്ക് ഉൾപ്പെടെ നൽകുന്നത് എന്നാണ് മേയർ വി വി രാജേഷ് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.